ഹലോ ഗൈസ്, അനുപമയെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തതിൻ്റെ താഴെ കുറേ അധികം പേരുടെ കമൻസ് ഉണ്ടായിരുന്നു. അതിന് സ്പെഷ്യൽ കമൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ മെയിൽ ഷൊബോണിസ്റ്റുകളുടെ കമൻ്റ് ആയിരുന്നു. അവരുടെ ഒരു സ്പെഷ്യാലിറ്റി എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഫെമിനിസ്റ്റുകൾ ഇങ്ങനെ ചെയ്യുമെന്ന്. ഈ പറയുന്ന കുറേ വ്യക്തികൾക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട്. ഫെമിനിസം എന്ന് പറഞ്ഞാൽ പുരുഷ വിരോധം ആണ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നവരുടെ എനിക്കൊന്നും പറയാനില്ല. ഫെമിനിസം എന്ന് പറയുന്നത് പുരുഷ വിരോധമല്ല. ആൺമേൽക്കോയ്മയുള്ള ഒരു സമൂഹത്തിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കുക, അവർക്ക് തുല്യത പരിഗണന കൊടുക്കുക എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള മെയിൽ ഷോവനിസ്റ്റുകൾക്ക് ഒരു ബുദ്ധിമുട്ടുള്ളതായിരിക്കും. അതുകൊണ്ടാണ് അവരതിനെ പുരുഷ വിരോധം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എത്ര പരിഗണന കിട്ടുന്നോ, നിങ്ങൾക്ക് എത്ര പ്രിയോറിറ്റൈസ് കിട്ടുന്നോ, അതേ സംഗതി ആ പെൺകുട്ടിക്കും അവകാശപ്പെട്ടതാണ്. ആ അവകാശത്തിനെ നിഷേധിക്കുക എന്ന് പറയുന്നത് അവകാശ നിഷേധങ്ങളിൽ പെടും എന്നുള്ളതാണ്. ഒരു മനുഷ്യന്റെ മൗലികമായ അവകാശങ്ങളാണ് അതൊക്കെ. അത് നിഷേധിക്കുന്ന നിങ്ങളാണ് യഥാർത്ഥത്തിലുള്ള കുറ്റവാളികൾ, അല്ലാതെ ഈ ഫെമിനിസ്റ്റുകളല്ല. പിന്നെ ഫ്രീ സെക്സിന് വേണ്ടിയിട്ടും തോന്നിവാസ നടപ്പിന് വേണ്ടിയിട്ടും തുണിയൂരികൾക്കും ഫ്രീ ഫെമിനിസം എന്നൊരു മുഖച്ചട്ടയുണ്ട്. അത് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. എൻ്റെ ഫെമിനിസം ഡിഫറൻ്റ് ആണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇക്വാലിസമാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന ഫെമിനിസം. അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. എൻ്റെ ജീവിതത്തിൽ കൂടെ ഞാനത് പ്രാക്ടിക്കലാക്കിയ ഒരു വ്യക്തിയും കൂടെയാണ്. സോ അനുപമ പറഞ്ഞ കുറച്ച് പോയിന്റ്സ് ഞാൻ കഴിഞ്ഞ തവണ വിട്ടുപോയത് ഞാൻ ഇപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ കാര്യം, അനുപമയെ കളിയാക്കിക്കൊണ്ട് കുറേ കമൻസ് ഉണ്ടായിരുന്നു. അതിൽ ഒരു കമൻറ്റ് ഇങ്ങനെയായിരുന്നു: അവൾക്ക് പുതിയ എന്തോ സംഗതി ഒത്തുകിട്ടി, അതുകൊണ്ടാണ് അവനെ വേണ്ടാന്ന് വെച്ചത്. നിങ്ങൾക്കറിയുമോ, ഈ പറയുന്ന വ്യക്തി ധ്രുവ് ആരുടെ മകനാണെന്ന് അറിയുമോ? വിക്രമിന്റെ മകനാണ്. വിക്രം എന്ന വ്യക്തിയെ നിങ്ങൾക്കൊരു സിനിമാ നടനായിട്ട് മാത്രമേ അറിയാവുള്ളൂ. അങ്ങനെ അല്ലാണ്ട് തമിഴ്നാട് മൊത്തം മാട്ടിപ്പടച്ച നമ്മുടെ കലാനിധിമാരൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് അവരുടെ മകളെ കെട്ടിക്കൊടുത്തിട്ടുള്ളത്. മീൻസ് അവരുടെ മകനെ കണ്ടാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. കറക്റ്റ് എൻ്റെ റിലേഷൻഷിപ്പ് അറിയത്തില്ല, പക്ഷേ ആ ഫാമിലിയിലേക്കാണ് വിവാഹം കഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഏകദേശം അവരുടെ ഒരു പൊളിറ്റിക്കൽ ഹോൾഡ് എന്താണെന്ന് മനസ്സിലാക്കുക, കോമൺ സെൻസ് യൂസ് ചെയ്യുക. പിന്നെ ധ്രുവ് വിക്രമിൻ്റെ മകനാണ്. മകൻ എന്ന് പറയുമ്പോൾ തന്നെ അവൻ അത്യാവശ്യം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അച്ഛൻ്റെ മകൻ എന്ന നിലയിൽ തന്നെ അല്ലാതെ അവൻ സിനിമകളിൽ അഭിനയിച്ചും ഒരു സ്പേസ് ഉണ്ടാക്കിയെടുത്തുള്ളതാണ്. അനുപമയ്ക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റുന്ന ഒരു റിലേഷൻ അല്ല അത്. അവളൊരു നടി എന്നതിനപ്പുറം ഭയങ്കരമായിട്ടുള്ള ഒരു ഹൈപ്പ് കിട്ടുന്ന ഒരാളല്ല. അപ്പോൾ അവളിലേക്ക് അവൻ്റെ കണ്ണ് വീണിട്ടുണ്ടെങ്കിൽ അത് നിസ്സാരമല്ല, അവൾക്കത് ഭയങ്കര ലക്കായിട്ട് തന്നെ തോന്നും. അങ്ങനെ ഒരാളെ നിഷേധിച്ചു കൊണ്ടൊരു പോസ്റ്റ് ഇടാൻ കഴിയുക എന്ന് പറയുന്നത് അസാധ്യ ധൈര്യമുള്ളവർക്കേ സാധിക്കുള്ളൂ. അതിൻ്റെ കാരണം എന്തെന്നറിയാമോ? അത്രത്തോളം സൈബർ ബുള്ളിങ് നേരിടേണ്ടി വരും. കാരണം അവർക്ക് ഗ്രൗണ്ട് സപ്പോർട്ട് പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ അത്രത്തോളം ഉണ്ട്. അത്രയും ഹോൾഡ് ഉള്ള ഒരാളാണ് ഈ ധ്രുവ് എന്ന് പറയുന്നത്, വിക്രം എന്ന് പറയുന്നത്. വിക്രമിൻ്റെ ചിയാൻ വിക്രം എന്നാണ് അറിയപ്പെടുന്നത്. അത്രയും ഫാൻ ഫെയിമുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ മകനെയാണ് അവൾ നാർസിസ്റ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് കിട്ടാവുന്ന അടി ചില്ലറയൊന്നും ആയിരിക്കത്തില്ല. സിനിമാ ഫീൽഡിലൊക്കെ ഒത്തിരി രീതിയിൽ നോ എന്ന വാക്ക് നേരിടേണ്ടി വരുന്ന ഒരു കാര്യമാണ്. അത്രയും ധൈര്യത്തോടു കൂടി അവൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവളുടെ ലൈഫിൽ അവൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ അവൾ പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ ഞാനിവിടെ ഷെയർ ചെയ്യുന്നതെന്ന് കണ്ടു നോക്കുക. But imagine your own boyfriend slut-shaming you before going onto a stage and having to talk. 2 years of my life, last 2 years, I've been constantly pretending that I'm okay. And once I did not. അതാണ് പറതയുടെ ഏതൊരു ഇവൻറ്റിൽ ഞാനൊരു ചുമന്ന ചുരിദാർ ഇട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് എന്തോ ഒരു ചോദ്യം ജേർണലിസ്റ്റ് ചോദിച്ചപ്പോൾ ഐ സ്റ്റാർട്ടഡ് ക്രൈങ്. ഞാനങ്ങനെ ജനറലി സ്റ്റേജിൽ എത്ര മോശം സിറ്റുവേഷൻ വന്നാലും കരയുന്ന ആളൊന്നുമല്ല. ഐ സ്റ്റാർട്ടഡ് ക്രൈങ്. That's because I was just told the most awful things that a woman can listen to just before I walked onto the stage to talk and promote my film, a small film like Parda. ആ സമയത്ത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആൾ നമ്മളെ ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മീഡിയയുടെ മുന്നിലിരുന്ന് വളരെ ഹാപ്പി പോസിറ്റീവായിട്ട് ചിരിച്ച് സംസാരിക്കേണ്ട ഒരവസ്ഥയില്ലേ. പീപ്പിൾ മോക്ക്ഡ് മീ ഫോർ ദാറ്റ്. അതൊരു വലിയ കാര്യമാണ് ആ കുട്ടി ചെയ്തത്. അപ്പോൾ അതൊരു നിസ്സാരവൽക്കരിക്കുന്ന കമൻറ്റ് കണ്ടപ്പം ഫീലിംഗ് 1 ലോഡ് പുച്ഛമല്ല 1.5 ലോഡ് പുച്ഛം എടുത്ത് നിന്റെ വീട്ടിൽ കൊണ്ട് വെച്ചേക്കുക. ലവൻ പറഞ്ഞ കണക്ക് നീ അതങ്ങ് കാനഡയിൽ വെച്ചാൽ മതി, അതായത് കാലിൻ്റെ ഇടയിൽ വെച്ചാൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുകയുള്ളൂ. ഇതിനകത്ത് വരുന്ന ഒരു പ്രഷർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ കൂടെയുള്ള വ്യക്തി ഈ രീതിയിലുള്ള NPD ഉള്ള ഒരാളാണ് എന്ന് നമുക്ക് തിരിച്ചറിയും. പക്ഷെ ഇത് പുറത്തു പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അക്സെപ്റ്റൻസ് എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. അത് ഫേസ് ചെയ്യുന്നവർക്കേ അറിയാവുള്ളൂ. വർഷക്കണക്കിന് അതിൻ്റെ ഇരയായി ജീവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനകത്ത് ഉറച്ചു പറയാൻ പറ്റും, ശക്തമായി പറയാൻ പറ്റും. ഒരാളും വിശ്വസിക്കത്തില്ല, അനുഭവിക്കുന്നതിന് കയ്യും കണക്കും ഉണ്ടാകത്തില്ല. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി. എന്തിനെന്നറിയാമോ? അവളുടെ മകള് നിന്ന് വീഡിയോ എടുത്തു, കുനിച്ചു നിർത്തിയിട്ട് കായ്മുട്ട് വെച്ച് ഇട്ടിക്കുകയാണ് ഭാര്യയെ. എന്താണെന്നറിയാം? മീൻ പൊരിച്ചില്ല അത്രേ, മീൻ കറി വെച്ചു. മീൻ വാങ്ങിയോടി നീ? ആ വാങ്ങി. എന്നിട്ട് നീ എന്ത് ചെയ്തടി? അത് ഞാൻ പൊരിച്ചു. അല്ല കറി വെച്ചു. നീ പൊരിച്ചില്ലേടി? ഇല്ല. എന്നാ പിടിച്ചോ 2 ഇട്ടി കൂടെ.
അതൊക്കെ ഒരു തരം ക്യാരക്ടറാണെന്ന്, അതൊരു വ്യക്തിയാണ്, നിന്റെ വേലക്കാരിയല്ല എന്നും, നിനക്ക് വേണ്ടി അവൾ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് നിനക്ക് ഏറ്റവും ഗ്രേറ്റ്ഫുൾ ആയിട്ട് തോന്നണമെന്നൊരു ബോധം അവനിക്ക് ഉണ്ടാക്കി കൊടുക്കാത്തത് ഇത്തരം മെയിൽ ഷോവിനിസ്റ്റുകളാണ്. അങ്ങനെയുള്ളവരെയാണ് ഞങ്ങൾ വെറുക്കുന്നത്. അത് സ്ത്രീകൾ പുരുഷ വിരോധികളെന്ന് പറഞ്ഞാൽ അത്തരം പുരുഷന്മാരെ ഞങ്ങൾക്ക് വെറുപ്പാണ്, അറപ്പാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ കുട്ടികളോ എൻ്റെ സഹോദരനോ അത്തരത്തിലൊരു പ്രവൃത്തി എൻ്റെ വീട്ടിൽ വരുന്ന പെൺകുട്ടികളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ അടി എൻ്റെ കൈ കൊണ്ടായിരിക്കും. അങ്ങനെയാണ് ചെയ്യുക. അല്ലാതെ നാട്ടുകാർക്ക് ഇട്ട് കൊടുക്കുകയല്ലോ വേണ്ട, അത് അടിച്ച് പൊട്ടിച്ചു കൊടുക്കണം, അപ്പോഴേ തിരിച്ചറിവുണ്ടാവുള്ളൂ. ധ്രുവ് ചെയ്തത് തെറ്റ് തന്നെയാണ്. ഞാൻ കഴിഞ്ഞ തവണ ഞാൻ വിക്രമിൻ്റെ കാര്യമോ ഒന്നും മെൻഷൻ ചെയ്തില്ല, കാരണം അയാളെ പറ്റി ഞാനൊന്നും പറയാനോ ഒന്നും പോയിട്ടില്ല. ഈ ഒരു നാർസിസം ഇതിനെ ബേസ് ചെയ്തിട്ട് പെൺകുട്ടികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടേ പറഞ്ഞുള്ളൂ. എന്നിട്ട് നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു സംഗതി കൊണ്ടുവരുന്നത്. ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻസ് ആണ്, മീൻസ് നല്ല പൈസ ഉള്ള ഒരു കുടുംബത്തിലേക്കാണ് അവൾ പോയി കയറുന്നത്. സെക്കൻഡ് തിങ്, രാഷ്ട്രീയപരമായിട്ട് ഹൈ സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒരാളുമായിട്ട് അവർക്ക് ബന്ധമുണ്ട്. അപ്പം അതും ഓക്കെ. അത്യാവശ്യം സിനിമ ഫീൽഡിൽ നല്ല ഹോൾഡുള്ള ഒരു ഫാമിലി, അവൾക്ക് ഫ്യൂച്ചറിൽ സിനിമയ്ക്ക് അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ അവർ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. സോ എല്ലാം കൊണ്ടും സക്സസ് കാണാനൊക്കെ ചന്തവും ചേലുമുള്ള എല്ലാവരും അക്സെപ്റ്റ്. ധ്രുവിനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത്രയ്ക്ക് നല്ലൊരു ക്യാരക്ടർ എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച ഒരു വ്യക്തിയെ അവൾ വേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ തീരുമാനമല്ല. അവൾ അനുഭവിച്ച ബുദ്ധിമുട്ട്, പണമോ പ്രതാപമോ രാഷ്ട്രീയപരമായിട്ടുള്ള ഇതോ സപ്പോർട്ടോ ഒന്നും എൻ്റെ സ്വസ്ഥതയ്ക്ക് മുകളിലല്ല എന്ന് ചിന്തിച്ച് അവളുടെ ആ നിശ്ചയദാർഢ്യം ഉണ്ടല്ലോ, അത് നിസ്സാരമല്ല. ആ അബ്യൂസിനെതിരെ സംസാരിക്കാൻ കേപ്പബിളായ ഒരുപാട് പെൺകുട്ടികൾ ഇന്നുണ്ട്. അതുകൊണ്ടാണ് പല ആണുങ്ങളും പെണ്ണ് കിട്ടാതെ വീട്ടിൽ കയറി കുത്തിയിരുന്നു പോകുന്നത്. എല്ലാവന്മാരും ഇതാണെന്നുള്ള തോന്നല്. നിങ്ങളുടെ അടിമകളെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ അടിമകളെയാണ് നോക്കുന്നത്. നിങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്ന നിങ്ങളുടെ പാർട്ട്ണറെ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചെറ്റ വർത്തമാനം പറയാനായിട്ട് തോന്നുന്നത്. അനുഭവജ്ഞാനമുള്ളവരാണ് അത് പറയുന്നത്. എത്ര പേര് അതിനകത്ത് വേറെ കമൻറ്റ് ഇട്ടിരിക്കുന്നു, എത്ര പേര് അതിനകത്ത് ഇപ്പോഴും പറയുന്നുണ്ട് സ്റ്റിൽ ഐ ആം സഫറിങ് എന്ന്. അവർക്ക് ആ തോല് പൊട്ടിച്ച് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. എല്ലാവരും ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വലിയ സബ്ജക്റ്റാണ് ഡിവോഴ്സുകൾ കൂടുന്നു. എന്താണ് ഡിവോഴ്സുകൾ കൂടുന്നത്? എന്താണ് പെൺകുട്ടികൾ വിവാഹം കഴിക്കാൻ മ്ലേച്ഛത കാണിക്കുന്നതെന്ന്? അഫ്കോഴ്സ് കാണിക്കുമല്ലോ. അവർക്കൊരു ഹാപ്പിനെസ് ഇല്ലാത്തൊരു സാധനമാണ്. ഇന്നവരെ നമ്മൾ ജീവിച്ച ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരിടത്തേക്ക് പറിച്ചു നടപ്പെടുകയാണ്. അത് സ്ട്രേഞ്ചായ ഒരുത്തൻ്റെ ഒപ്പം അവൻ്റെ എല്ലാ വൈകൃതങ്ങളും നമ്മൾ അനുഭവിക്കണം. അത് നമ്മുടെ ഡ്യൂട്ടിയായി അങ്ങോട്ട് പറയുകയാണ്. പിന്നെ അതിനകത്ത് എന്ത് സംഭവിച്ചത്, നമ്മുടെ ഇൻസൾട്ട്, ഹ്യൂമിലിയേഷൻ ഒക്കെ ഒന്നും ഒരു പ്രശ്നമല്ല. അവിടെയൊക്കെ നമ്മളോട് മുന്നോട്ട് കാണിക്കുന്നത് നമ്മുടെ കുടുംബത്തിൻ്റെ മാനം എന്ന് പറയുന്നത് നിന്റെ തലകുനിവിലാണ് ഉള്ളത് എന്നാണ് പഠിപ്പിച്ചു തരുന്നത്. അതിൻ്റെ അനുഭവിക്കുന്ന സഫറിങ് ചില്ലറയാണോ? പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടാകും, ഒരുപാട് രീതിയിലുള്ള ഡിപ്രഷൻ നമുക്കുണ്ട്. നമുക്ക് പോലും അറിയത്തില്ല നമുക്ക് ഡിപ്രഷൻ ഉണ്ട് എന്നുള്ളത്. പലരും സഹിക്കിടാ പറ്റാണ്ട് ഇനി എനിക്ക് വയ്യ എന്നുള്ളതുകൊണ്ടാണ് ജീവൻ അവസാനിപ്പിച്ച് കളയുന്നത്. പോകുമ്പോൾ എൻ്റെ മക്കൾക്ക് ഇതേ അവസ്ഥ ഉണ്ടാകാതെ അതിനെയും കൂടെ എടുത്ത് കണ്ടിട്ടിട്ട് കൂടെ ചാടുന്നത്. ഇങ്ങനെ പലതും സംഭവിക്കുന്നതിൻ്റെ പിറകിൽ ഇത്തരത്തിലുള്ള നാർസിസ് മെൻറ്റാലിറ്റി ഉള്ള വൃത്തികെട്ട നരാധമന്മാരുണ്ട് എന്നുള്ളത് ഒരു വലിയ ഫാക്റ്റാണ്. നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകാത്തത്? അത് പറയുന്നവരെ അടിക്കാൻ നിൽക്കുന്ന കഴുതകളോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ബോധവും അവരുള്ളവരിടത്തല്ലേ ഇതൊക്കെ പറയാനെ കൊണ്ട് പറ്റുള്ളൂ. ഫെമിനിസം അതല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫെമിനിസം അതല്ല. ആണുങ്ങളെ അടച്ചാക്ഷേപിക്കുക എന്നുള്ള അച്ഛൻ്റെ ഏറ്റവും സ്നേഹനിധിയായ മകളായിരിക്കും ഒരുപക്ഷെ ഫെമിനിസത്തിനെ പറ്റി ഏറ്റവും കൂടുതൽ പറയുന്നത്. അവൾക്കപ്പോൾ അവളുടെ അച്ഛനോട് ദേഷ്യം ഉണ്ടായിട്ടാണോ? അല്ല, ലിബറലായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും പഠിപ്പിച്ചു കൊടുത്ത അച്ഛനാണ് അവളുടെ ആദ്യത്തെ മാതൃക. അച്ഛനെ എതിർത്തായിരിക്കത്തില്ല അവൾ അങ്ങനെ ചിന്തിക്കുക. എൻ്റെ അച്ഛനെ പോലെ ഓരോ ആണുങ്ങളും ആകണമെന്നും എനിക്ക് കിട്ടിയ അതേ സ്വാതന്ത്ര്യം ഓരോ പെൺകുട്ടികൾക്ക് കിട്ടണം എന്നുള്ള വാശിയാണ് നിങ്ങളവിടെ കാണുന്നത്. അതിനെയും ഫെമിനിസം ആണുങ്ങൾക്ക് എതിർപ്പാണ്, ആണുങ്ങളുള്ള ദേഷ്യമാണ്. ഒരിക്കലുമല്ലത്. റെസ്പെക്റ്റ് ആരാണ് ആഗ്രഹിക്കാത്തത്? ദൈവത്തിന് പോലും സ്തുതി ഇഷ്ടമാണ്. നിങ്ങൾ സ്തുതിക്കണ്ട, റെസ്പെക്റ്റ് കൊടുത്തൂടെ? ആ പ്രോവർബ് തന്നെ എങ്ങനെയാണ്? ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നല്ലേ? നിങ്ങൾ റെസ്പെക്റ്റ് കൊടുക്കത്തില്ല, അടിച്ചമർത്തുക. ഇപ്പോഴൊക്കെ കുറേ കുറഞ്ഞു. എൻ്റെയൊക്കെ ബാല്യകാലത്ത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. പബ്ലിക് സ്പേസിൽ ഭാര്യയെ തല്ലുന്നവൻ കേമനാണ്. മീശ പിരിച്ചു വെച്ചിട്ട് ഒരൊറ്റ അടി. എന്താ കേമത്തരം! എന്തിനധികം മോഹൻലാലിൻ്റെ കുറേ സിനിമകൾ എടുത്തു വെച്ച് നോക്കൂ. എത്ര സിനിമകളിലാണ് അയാളുടെ വീരത്തരം കാണിക്കുന്ന മുഴുക്ക ഭാര്യയെ തല്ലിയിട്ട, ഭാര്യ കിട്ടൊരെണ്ണം പൊട്ടിച്ചിട്ടാണ് അയാൾ വീരനാകുന്നത്. കണ്ടിട്ടുണ്ടോ? ഇൻസൾട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ സ്ത്രീകളെ? എന്തെല്ലാം ഇടങ്ങളിലാണ് ഇൻസൾട്ട് ആ പെണ്ണുങ്ങൾക്കിട്ട് അയാൾ കൊടുക്കുന്നത്. അതാ എഴുത്തുകാരൻ്റെ മഹാത്മ്യം. അത് ഞാൻ മോഹൻലാൽ എന്ന വ്യക്തിയല്ല പറയുന്നത്, പക്ഷെ സിനിമകളിൽ പോലും അങ്ങനെ ആയിരുന്നു. എത്ര സിനിമകൾ അങ്ങനെയുണ്ട്. സ്ത്രീധനം എന്നൊരു സിനിമയെ പറ്റി നമ്മൾ എഴുതി, അതിലൊരു പെൺകുട്ടിയുടെ പ്രോബ്ലത്തിനെ പറ്റി നമ്മൾ പറയുമ്പോഴും സ്ത്രീധനത്തിൽ ആ മകള് കൊണ്ടുവന്ന അമ്മായിയമ്മ അവിടെ കൊണ്ടുവന്ന് വിടുകയാണ്. മീനയാണ് അമ്മായിയമ്മ ചെറുക്കൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വിടും. അപ്പം ഇങ്ങോട്ട് നിലടി ചെവിക്കലുള്ള ഒരെണ്ണം കൊടുക്കുകയാണ്, കയറി പൊടിയാകത്തുനിന്ന്. അതാണ്
ഇതേ സാധനം ആ എഴുത്തുകളിൽ ആളുകൾ കൈയടിക്കുകയാണ്, ഇഷ്ടപ്പെടുകയാണ്. ആ പെൺകുട്ടിക്ക് ഒരു സ്വാതന്ത്ര്യമില്ലേ, ആ പെൺകുട്ടിക്ക് ഒരു സന്തോഷം വേണ്ടേ? നമ്മൾ ഈ സിനിമകളിൽ കൂടുതലും ആൾക്കാരെ വിലയിരുത്തുന്നത്. ഇന്നൊക്കെ ആ സിനിമ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കോളം കുത്തിയിട്ടുണ്ടാവും ആളുകൾ സംസാരിച്ചിട്ട് തന്നെ. ഇപ്പോഴുള്ള സോഷ്യൽ മീഡിയ സൂപ്പറാണ്. മനുഷ്യൻ ശരിക്കും അങ്ങോട്ട് കൊടുക്കും. ചുമ്മാ ആരെയും തലയിൽ കയറാനൊന്നും പറ്റാത്തൊരു സാഹചര്യം ഇന്നത്തെ വ്യവസ്ഥയിലുണ്ട്. ഈ വ്യവസ്ഥയിൽ ജീവിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് നിസ്സാരമല്ല, സന്തോഷിക്കുകയാണ് വേണ്ടത്. ഞാൻ ഇപ്പോഴും പെൺകുട്ടികളോട് പറയുന്നത്, സഫറിങ് എന്ന് പറയുന്നത് നിങ്ങളെ കൊല്ലുന്നതിന് തുല്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഇതുണ്ടാകണം. ഞാൻ മിക്ക പെൺകുട്ടികളോടും പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ കരിയർ ആദ്യം ഫോക്കസ് ചെയ്യൂ, അത് സക്സസ് ആക്കൂ. നിങ്ങൾ ആരുടെയും അണ്ടർ ജീവിക്കില്ല എന്നൊരു തീരുമാനം നിങ്ങൾ ആദ്യം എടുക്കൂ. എന്നിട്ട് നിങ്ങൾ വിവാഹത്തിനെ പറ്റി ചിന്തിക്കൂ. ദെൻ സക്സസ് അവിടെ ഉണ്ടാവും. നമ്മൾ ഒരാളുടെ അണ്ടറിൽ പോയി അവൻ്റെ ചെലവിന് അവൻ്റെ പൈസയ്ക്ക് വേണ്ടിയിട്ട് കാത്തു കെട്ടി കിടക്കുമ്പം അവൻ പറയണതെല്ലാം നമ്മൾ അനുസരിക്കേണ്ടി, നമുക്കൊരു വ്യക്തിത്വം ഉണ്ടാവത്തില്ല. നമ്മളൊരു പേഴ്സൺ ആണെന്ന് നമ്മൾ ആദ്യം നമ്മളെ റെസ്പെക്ട് ചെയ്താലേ നമ്മുടെ കുഞ്ഞുങ്ങൾ പോലും നമ്മളെ റെസ്പെക്ട് ചെയ്യുകയുള്ളൂ. സെൽഫ് ലവാണ് ആദ്യം വേണ്ടത്, സെൽഫ് റെസ്പെക്റ്റും. അതില്ലാത്ത പെൺകുട്ടികൾക്ക് ഇത് അനുഭവിക്കേണ്ടി വരുന്നു. ഇനി മറ്റൊരു വശമുണ്ട്, ആണുങ്ങൾ. തീർച്ചയായിട്ടും ഉണ്ട്. ആളുകൾ എന്ത് പറയും, എനിക്ക് ഇനി വേറെ പെണ്ണ് കിട്ടുമോ, ഈ പെണ്ണ് ഓക്കെയാണ് എന്ന് സഫർ ചെയ്യുന്ന ആണുങ്ങളോടും നിങ്ങൾ ചെയ്യുന്നതും ഏറ്റവും വലിയ വണ്ടത്തരമാണ്. ഇത്തരത്തിലുള്ള ഒരു വൾഗർ ക്യാരക്ടറുള്ള സൈക്കോ ആയ ഒരാളോട് കൂടി ജീവിക്കുന്നതിലും ഭേദം അങ്ങനെ ഒരാൾ വേണ്ടാന്ന് വയ്ക്കുന്നതിനാണ്. ഈസിയാണ്. പെണ്ണുങ്ങൾക്ക് ഒരുപാട് ചിന്തിക്കേണ്ടി വരും, സറൗണ്ടിങ് കൂടെ ഉള്ളവർ ഒക്കെ ഒരുപാട് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യും. അതേസമയം നിങ്ങൾക്ക് അങ്ങനെയല്ല, വെരി ഈസിയാണ്. സോ അത് ചെയ്യാനുള്ള പരിപാടി ആലോചിക്കുക, അല്ലാണ്ട് സഫർ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. അപ്പോൾ ബോത്ത് സൈഡേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പേരിൽ എന്നെ കടന്ന് പൊങ്കാലിടാമെന്ന് എനിക്കൊന്നും പറയാനില്ല. ധ്രുവ് ചെയ്തത് തെറ്റാണ്, ധ്രുവിനെ തിരുത്തുകയാണ് വേണ്ടത്. അവന് ആവശ്യമുള്ളത് നല്ലൊരു ഡോക്ടറെയാണ്. എന്തുകൊണ്ട് വിക്രം പ്രതികരിക്കുന്നില്ല, എന്തുകൊണ്ട് ധ്രുവ് പ്രതികരിക്കുന്നില്ല? നാട്ടുകാർ കിടന്ന് കൊക്കക്കോന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവർക്കറിയാം അവരുടെ മകൻ എന്താണെന്ന്, അവരുടെ മകന്റെ ക്വാളിറ്റി എന്താണെന്ന് വിക്രമിന് അറിയാം. ഇതുവരെ വേണ്ടിയിട്ടില്ല വിക്രം. ഈ പെൺകുട്ടി അനുഭവിച്ച ബുദ്ധിമുട്ടിന് വിക്രമിന്റെ വൈഫും അവളോട് മാപ്പാണ് പറയേണ്ടത്. കാരണം തൻ്റെ മകൻ മൂലം ഒരു പെണ്ണ് കരഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി ആ മാതാപിതാക്കൾ കൂടെയാണ് എന്നുള്ളത് വ്യക്തം. നന്ദി.